പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ ആഘോഷത്തിലാണ് എല്ലാവരും. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന രണ്ട് തിരുവചന ഭാഗങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ് ഒന്നാമത്തേത്. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. മറ്റൊരു തിരുവചനം യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. അതാണ് സ്നേഹം. ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അടയാളമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ, ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹത്തിനും ക്ഷമയ്ക്കും വില കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന സംഭവം അസുന്തയുടെ ഒരു ക്രിസ്മസ് ആഘോഷ ദിനമാണ്. അസുന്ത ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയ്ക്ക് പോകുവാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ആ പാതിരാത്രിയിൽ തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ആരോ വന്ന് മുട്ടുന്ന സ്വരം കേൾക്കുകയാണ്. അസുന്ത വാതിൽ തുറന്നു നോക്കുമ്പോൾ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ. പെട്ടെന്ന് അസുന്തയുടെ കാലിൽ അവൻ വീണു പൊട്ടിക്കരയാൻ തുടങ്ങി. അസുന്തയ്ക്ക് ആദ്യം മനസ്സിലായില്ല. ആ ചെറുപ്പക്കാരൻ ഇപ്രകാരം പറഞ്ഞു, അമ്മേ, അമ്മയുടെ മകളെ കൊന്ന ഘാതകനാണ് ഞാൻ. പെട്ടെന്ന് അസുന്തയുടെ ചിന്തകൾ വർഷങ്ങളുടെ പിറകിലേക്ക് കടന്നു ചെന്നു. തൻ്റെ ഓമന കുഞ്ഞിനെ, 11 വയസ്സുള്ള മരിയ ഗൊരേത്തിയെ നിഷ്കരുണം 14 തവണ ശരീരത്തിൽ തൻ്റെ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊന്ന ഘാതകൻ ഇതാ തൻ്റെ മുമ്പിൽ മാപ്പിനായി യാചിക്കുകയാണ്. അസുന്തയുടെ മനസ്സിൽ പെട്ടെന്ന് മറ്റൊരു ചിന്ത കൂടെ കടന്നു വന്നു. ഈ അലക്സാണ്ടർ കൊല്ലുവാനായിട്ട് ശ്രമിച്ച ഈ മരിയ ഗൊരേത്തി മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ തൻ്റെ അരികിലേക്ക് തന്നെ കുമ്പസാരിപ്പിക്കുവാനും രോഗീലേപനം നൽകുവാനും എന്ന വൈദികൻ ചോദിച്ചു. മരിയ ഗൊരേത്തിയോട് ചോദിച്ചു, മരിയ ഗൊരേത്തി, നിനക്ക് ഈ തിന്മ ചെയ്ത അലക്സാണ്ടറിനോട് എന്തെങ്കിലും പരിഭവമുണ്ടോ? മരിയ ഗൊരേത്തി ഇപ്രകാരം പറഞ്ഞു, ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു. അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുവാൻ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അസുന്തയുടെ മനസ്സിൽ ഈ ചിന്തകൾ കടന്നു വന്നു. തൻ്റെ മകള് തൻ്റെ ഘാതകനോട്, അവളുടെ ഘാതകനോട് ക്ഷമിച്ചുവെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ക്ഷമിക്കാതിരിക്കണം? ദൈവം ക്ഷമിച്ചു, എൻ്റെ മകൾ ക്ഷമിച്ചു, ഞാനും ക്ഷമിക്കും. പെട്ടെന്ന് തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന അലക്സാണ്ടറിനെ സ്നേഹത്തോടെ പിടിച്ചുയർത്തിയിട്ട് അസുന്ത ഇപ്രകാരം പറഞ്ഞു, നമുക്ക് ഈ ക്രിസ്മസിന് ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകാം. ഇവർ രണ്ടുപേരും ദേവാലയത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെയുള്ള എല്ലാവർക്കും വിസ്മയമായി. അതെ പ്രിയമുള്ളവരെ, ക്രിസ്മസ് ക്ഷമയുടെ തിരുനാളാണ്. ദൈവം നമ്മളോട് അതിരറ്റ കരുണയും ക്ഷമയും കാണിച്ചുവെങ്കിൽ നമുക്ക് ബന്ധങ്ങളിൽ ഇടയ്ക്കൊന്ന് ക്ഷമിക്കാനായിട്ട് തയ്യാറാകാം. മറ്റൊന്ന്, ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ അഭാവമാണ് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, സ്നേഹമുള്ളിടത്ത് ക്ഷമിക്കാൻ കഴിയും. കാരണം സ്നേഹം ക്ഷമിക്കുവാനായിട്ട് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കെല്ലാവരോടും ക്ഷമിക്കാനായിട്ട് പറ്റും. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബെത്ലഹേമിൽ പിറന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ക്ഷമയും സ്നേഹവും കൊണ്ട് നിറയ്ക്കാം. അസുന്തയ്ക്ക് തൻ്റെ മകളെ കൊന്ന ഘാതകനോട്, അലക്സാണ്ടറിനോട് ക്ഷമിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് നമ്മളോടൊക്കെ ചെറിയ ചെറിയ നീരസങ്ങൾ കാട്ടിയവരോട് ക്ഷമിക്കാതിരിക്കുന്നത് എന്ത് വിരോധാഭാസമാണ്? ക്ഷമിക്കാതെ നമ്മൾ ദേവാലയത്തിൽ ചെന്ന് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുമ്പോൾ ക്രിസ്മസ് ആവുകയില്ല പ്രിയമുള്ളവരെ. വീണ്ടും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഗ്രഹാം സ്റ്റെയിനിൻ്റെ, ഗ്ലാഡി സ്റ്റെയിനിൻ്റെ ആ ജീവിതമാണ്. ഗ്ലാഡി സ്റ്റെയിൻസ് തൻ്റെ ജീവിത പങ്കാളിയെയും 2 പിഞ്ചു മക്കളെയും കൊന്ന ഘാതകനോട് ഗ്ലാഡി സ്റ്റെയിൻ ക്ഷമിച്ചു. ക്രിസ്മസ് ക്ഷമയുടെ ആഘോഷമാക്കി നമുക്ക് മാറ്റാം. റാണി മരിയയുടെ ഘാതകരോട് റാണി മരിയയുടെ മാതാപിതാക്കളും റാണി മരിയയുടെ സഹോദരി ജിസ്മിയും ഒക്കെ ക്ഷമിച്ചുവെങ്കിൽ നമുക്കും എല്ലാവരോടും ക്ഷമിക്കാം. ക്രിസ്മസ് ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ ആഘോഷമാക്കാം. എന്തിനേറെ നമ്മുടെ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ പാപ്പ പോലും തന്നെ വധിക്കുവാൻ ശ്രമിച്ച അലിഖായെ
ജയിലിൽ ചെന്ന് കണ്ട് സ്നേഹത്തോടെ ക്ഷമയുടെ ആ സാഹോദര്യം പങ്കുവെച്ചുവെങ്കിൽ നമുക്കും ക്ഷമിക്കുന്നവരാകാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന് വലിയ പ്രത്യേകതയുണ്ട്. അസീസിയിലെ ഫ്രാൻസിസാണ് ആദ്യമായിട്ട് ക്രിസ്മസ് പുൽക്കൂട് നിർമ്മിച്ചത്. 800 വർഷം തികയുകയാണ് ഈ പുൽക്കൂട് ആഘോഷത്തിൽ. നമുക്ക് ഫ്രാൻസിസിനെയും മറക്കാതിരിക്കാം. അദ്ദേഹം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രവാചകനാണ്. നമുക്കും ഫ്രാൻസിസിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാം, സ്നേഹിക്കാം, ക്രിസ്മസ് അടിപൊളിയാക്കി ആഘോഷമാക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ബിനോയ് ഇലിയൻ കപ്പുച്ചി.